ഇന്ന് നമുക്ക് പയറും കുടപ്പനും തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചുവന്ന പയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പയർ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ പയറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഈ പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തോരൻ അരിഞ്ഞെടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കി പയർ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ കുടപ്പൻ നന്നാക്കി എടുക്കാം. ഈ കുടപ്പൻ നന്നാക്കാനായിട്ട് ആദ്യം കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തൂക്കണം, അല്ലെങ്കിൽ കയ്യിൽ കറ പിടിക്കും. എന്നിട്ട് ഇതിൽ ഈ കുടപ്പൻ്റെ അല്ലെങ്കിൽ ഈ വാഴച്ചുണ്ടിൻ്റെ പോളകൾ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പൊളിച്ച് കളയണം. പുറത്തുള്ള പോളകൾ പൊളിച്ച് കളയണം. ഞാനിവിടെ നേന്ത്രവാഴയുടെ കുടപ്പനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാളയംകോടനോ അല്ലെങ്കിൽ നേന്ത്രവാഴയുടെ കുടപ്പൻ ഉപയോഗിച്ച് കറി അല്ലെങ്കിൽ തോരൻ വയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഞെട്ടിന്ന് നമുക്ക് മുറിച്ച് കളയാം. ഇനി നമ്മളിത് അരിഞ്ഞെടുക്കുന്ന കുടപ്പൻ അപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കറ ഇളകും. നമ്മൾ അരിഞ്ഞിടുന്ന വെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുക. ഇതിലേക്ക് ചെറിയ ചെറിയ പീസസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്കൊരു കട്ടിൻ ബോർഡിലേക്ക് ഇത് അരിഞ്ഞ് ഇടാവുന്നതാണ്. ഇപ്പം നമ്മുടെ കുടപ്പൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഇട്ടതിൻ്റെ കറ കളയണം. നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ വരുന്ന നൂല് നമ്മൾ ഈ കുടപ്പൻ അരിയുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ വരും. ആ നൂല് നമ്മളെടുത്ത് കളയണം. ഇനി നമുക്കിത് കഴുകി വാരി നമുക്ക് പയറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളം കൂടി ഉണ്ട്. ആ വെള്ളം നമുക്ക് കളയണ്ട. നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് തീ കത്തിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. കുക്കറിൻ്റെ ഒരു വിസിൽ
വരുന്നത് വരെ ഇതൊന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പയറും കുടപ്പനും നന്നായിട്ട് വെന്ത് യോജിച്ചിട്ടുണ്ട്. നമുക്കിതിനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ നമുക്കത് ഒലത്തിയെടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവോളയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ കുക്കറിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എരിവിനനുസരിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും വാഴക്കുടപ്പനും തോരൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലല്പം വെള്ളം ഉണ്ട്. നമുക്കതൊന്ന് തീ കൂട്ടിയിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറും വാഴക്കുടപ്പനും വെച്ച തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്വാദിഷ്ടമായൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.